ലോക വൃക്ക ദിനത്തിനോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി അവതരിപ്പിക്കുന്നത് ബിഷപ്പ് ബെൻസിഗർ നഴ്സിംഗ് കോളേജിലെ 2ാം വർഷ വിദ്യാർത്ഥികൾ. ശബ്ദമിശ്രണം ശിവപ്രിയൻ. നമസ്കാരം, എൻ്റെ പേര് അക്ഷയ. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ശ്രീവിഷ്ണു. ഞങ്ങൾ ബിഷപ്പ് ബെൻസിഗർ കോളേജ് ഓഫ് നഴ്സിംഗിലെ 2ാം വർഷ BSc നഴ്സിംഗ് വിദ്യാർത്ഥികളാണ്. ഇന്ന് മാർച്ച് 13 ലോക വൃക്ക ദിനം. മാർച്ച് 13 ആചരിക്കുന്ന ലോക വൃക്ക ദിനം വൃക്കാരോഗ്യത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ഒരു ആഗോള ഓർമ്മപ്പെടുത്തലായി വർത്തിക്കുന്നു. നിങ്ങളുടെ വൃക്കകൾ സുഖമാണോ? നേരത്തെ കണ്ടെത്തുക, വൃക്കയുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്നതാണ് ഈ വർഷത്തെ ലോക വൃക്ക ദിനത്തിൻ്റെ പ്രമേയം. ലോക വൃക്ക ദിനം എല്ലാ വർഷവും മാർച്ച് മാസത്തിലെ 2ാമത്തെ വ്യാഴാഴ്ചയാണ് ആചരിക്കുന്നത്. വേനൽ അവധിക്കാലത്തിൻ്റെ തുടക്കത്തിൽ 2006 66 രാജ്യങ്ങളിൽ ഈ തീയതിയിൽ ലോക വൃക്ക ദിനം ആചരിച്ചു. 2 വർഷത്തിനുള്ളിൽ ഈ രാജ്യങ്ങളുടെ എണ്ണം 88 ആയി ഉയർന്നു. ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് കിഡ്നി ഫൗണ്ടേഷൻ, ഇന്റർനാഷണൽ സൊസൈറ്റി ഓഫ് നെഫ്രോളജി എന്നിവയുടെ സംയുക്തമായാണ് ലോക വൃക്കദിനം ആചരിക്കുന്നത്. വൃക്കയുടെ അവസ്ഥകളെക്കുറിച്ച് അവബോധം വളർത്തുക എന്നതാണ് ലോക വൃക്കദിനം ആചരിക്കുന്നതിൻ്റെ പ്രധാന ലക്ഷ്യം. ക്രോണിക് കിഡ്നി ഡിസീസ് എന്നറിയപ്പെടുന്ന വൃക്കരോഗം സ്തനാർബുദത്തെക്കാളും പ്രോസ്റ്റേറ്റ് ക്യാൻസറിനേക്കാളും കൂടുതൽ മരണങ്ങൾക്ക് കാരണമാകുന്നു. വൃക്കരോഗമുള്ള മുതിർന്നവരിൽ 10 പേരിൽ 9 പേർക്കും തങ്ങൾക്ക് ഈ രോഗം ഉണ്ടെന്ന് അറിയില്ല. കിഡ്നി രോഗത്തിൻ്റെ പ്രാധാന്യം പ്രായത്തോടൊപ്പം വർദ്ധിക്കുന്നു. പ്രത്യേകിച്ച് 60 വയസ്സിന് മുകളിലുള്ളവരിൽ ഇത് കൂടുതലാണ്. അക്ഷയ, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് കിഡ്നി രോഗം ഉണ്ടാവുന്നത്? നമുക്ക് കിഡ്നി രോഗങ്ങൾക്ക് കാരണങ്ങളാകാൻ പല ഘടകങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തേതാണ് പ്രമേഹം. പ്രമേഹം അഥവാ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടുക. അടുത്തതായി ഉയർന്ന രക്തസമ്മർദ്ദം. അടുത്തതായി അമിതവണ്ണം. അമിതവണ്ണം ഉള്ളവർക്ക് കിഡ്നി രോഗങ്ങൾ പിടിപെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അടുത്തതായി പുകവലി, മദ്യപാനം. അടുത്തതായി ജനിതക കാരണങ്ങൾ. പിന്നീട് അമിതമായ മരുന്നുകളുടെ ഉപയോഗം, അതായത് അമിതമായി വേദന നിവാരികൾ ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ കിഡ്നിക്ക് തകരാറുകൾ സംഭവിക്കുന്നു. ഇനി നമുക്ക് എങ്ങനെയെല്ലാം കിഡ്നി രോഗങ്ങളെ പ്രതിരോധിക്കാം? വിഷ്ണു, കിഡ്നി രോഗങ്ങളെ എങ്ങനെ പ്രതിരോധിക്കാം? കിഡ്നി രോഗം പ്രതിരോധിക്കാൻ നിത്യജീവിതത്തിൽ ആരോഗ്യകരമായ ഭക്ഷണക്രമം, ശരിയായ വ്യായാമം, മദ്യപാനം, പുകവലി എന്നിവ ഒഴിവാക്കൽ, രക്തസമ്മർദ്ദം, പ്രമേഹം എന്നിവയെ നിയന്ത്രിക്കുന്നത് വളരെ പ്രധാനമാണ്. ഓരോ വൃക്കരോഗിക്കും അവരുടെ രോഗാവസ്ഥ അനുസരിച്ചാണ് മരുന്ന് നൽകുന്നത്. വൃക്കരോഗമുള്ളവർക്കെല്ലാം പൊതുവായ ഒരു ഭക്ഷണക്രമം സാധ്യമല്ല. രോഗത്തിൻ്റെ ഘട്ടം, രോഗിയുടെ ശാരീരികമായ ലക്ഷണങ്ങൾ, പ്രായം ഇവയെല്ലാം കണക്കിലെടുത്താണ് ഭക്ഷണം ക്രമീകരിക്കുന്നത്. ഭക്ഷണക്രമത്തിൽ രോഗികൾക്ക് നൽകുന്ന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് അക്ഷയ? അതായത് കുറഞ്ഞ അളവിലുള്ള പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക, ഊർജം ലഭിക്കാൻ ആവശ്യത്തിനുള്ള അന്നജം, എണ്ണ, നെയ്യ്, ബട്ടർ ഇവയുടെ ഉപയോഗം കുറയ്ക്കുക. നീര് ഉള്ള ആളുകൾ വെള്ളത്തിൻ്റെ അളവ് നിയന്ത്രിക്കണം. ഉപ്പ്, പൊട്ടാസ്യം, ഫോസ്ഫറസ് ഇവ ഭക്ഷണക്രമത്തിൽ നിയന്ത്രിക്കുക. വിറ്റമിനും നാരടങ്ങിയ ഭക്ഷണം നല്ലതാണ്. ഇതൊക്കെയാണ് നമുക്ക് ഭക്ഷണക്രമത്തിലൂടെ വൃക്കരോഗത്തെ നിയന്ത്രിക്കാൻ കൊടുക്കാവുന്ന നിർദ്ദേശങ്ങൾ. ഇനി എങ്ങനെയൊക്കെയാണ് ഭക്ഷണക്രമത്തിലൂടെ നമുക്ക് വൃക്കരോഗത്തെ പ്രതിരോധിക്കാൻ കഴിയുന്നത്? ശരിയായ ഭക്ഷണക്രമം വൃക്കരോഗം മൂർച്ഛിക്കുന്നത് തടയുന്നു. രക്തത്തിൽ യൂറിയ അടിഞ്ഞുകൂടി രക്തം മലിനമാകാതെ തടയുന്നു. പോഷകാംശം നിലനിർത്തി ശരീരത്തിൻ്റെ നീളഭാര അനുപാതം ഉയർത്താതെ ശരിയായ അളവിൽ നിലനിർത്തുന്നു. ജലം, ധാതു ലവണങ്ങൾ ഇവയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നു. എന്തുകൊണ്ടാണ് വെള്ളത്തിൻ്റെ അളവ് ഒരു വൃക്കരോഗി നിയന്ത്രിക്കണമെന്ന് പറയുന്നത്? അതായത് മുൻഭാഗങ്ങളിൽ സൂചിപ്പിച്ചതുപോലെ ജലാംശം ആവശ്യത്തിന് നിലനിർത്തുന്നതും പുറന്തള്ളുന്നതും വൃക്കയുടെ ജോലിയാണ്. വൃക്കയുടെ പ്രവർത്തനം തകരാറിലാകുമ്പോൾ വെള്ളം ശരീരത്തിൽ കെട്ടിക്കിടക്കുകയും മൂത്രത്തിൻ്റെ അളവ് കുറയുകയും ചെയ്യും.
ശരീരത്തിൽ ജലാംശം അധികമാകുമ്പോൾ മൂത്രം കുറയുകയും കൈകാലുകളിൽ നീര് കൂടുകയും രക്തസമ്മർദ്ദം ഉണ്ടാവുകയും ചെയ്യുന്നു. ഇത് ജീവന് വരെ ഭീഷണിയാകുന്നു. അടുത്തതായി വൃക്കരോഗം നമുക്ക് എങ്ങനെ തടയാം? വൃക്കരോഗം പതുങ്ങിയിരിക്കുന്ന ഒരു കൊലയാളിക്ക് തുല്യമാണ്. ഒരിക്കൽ പ്രവർത്തനക്ഷമത കുറഞ്ഞാൽ കാലം ചെല്ലുന്തോറും അത് വർദ്ധിക്കുകയും രോഗിക്ക് ഡയാലിസിസോ വൃക്ക മാറ്റിവെക്കലോ വേണ്ടിവരികയും ചെയ്യുന്നു. എങ്കിലും കൃത്യമായി വർഷത്തിലൊരിക്കൽ രോഗമില്ലെങ്കിൽ കൂടി വൃക്ക പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. അടുത്തതായി പ്രമേഹമുള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. വൃക്കരോഗത്തിൻ്റെ പ്രധാന കാരണമായി പ്രമേഹം കണക്കാക്കപ്പെടുന്നു. പ്രമേഹ രോഗി എല്ലാ വർഷവും രക്തവും മൂത്രവും പരിശോധിച്ച് മൂത്രത്തിൽ പ്രോട്ടീൻ്റെ സാന്നിധ്യം ഇല്ല എന്ന് ഉറപ്പുവരുത്തണം. ചില വൃക്കരോഗം പൂർണ്ണമായും ഭേദമാക്കാൻ ഇന്ന് ഒരു ചികിത്സയും നിലവിലില്ല. എന്നാൽ വൃക്കരോഗത്തിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ അതിനെ കണ്ടെത്തി ചികിത്സിച്ചാൽ രോഗത്തെ നിയന്ത്രണ വിധേയമാക്കാം. വൃക്കരോഗങ്ങളെ നേരിടാൻ ബോധവൽക്കരണം, മുൻകരുതൽ, ശരിയായ ജീവിതശൈലി എന്നിവയാണ് പ്രധാനമെന്ന സന്ദേശം മനസ്സിലാക്കിക്കൊണ്ടാണ് ഇന്ന് നാം ഈ സംവാദം അവസാനിപ്പിക്കുന്നത്. ആരോഗ്യകരമായ ഒരു ഭാവിക്കായി നമുക്കെല്ലാവർക്കും ഒന്നിച്ച് പ്രവർത്തിക്കാം. ലോക വൃക്ക ദിനത്തിനോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി തയ്യാറാക്കി അവതരിപ്പിച്ചത് ബിഷപ്പ് ബെൻസിഗർ നഴ്സിംഗ് കോളേജിലെ 2ാം വർഷ വിദ്യാർത്ഥികൾ. ശബ്ദമിശ്രണം ശിവപ്രിയൻ.